നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീന ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നു. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ രാവിലെ 7:30 ഈ മത്സരം ആരംഭിക്കുക. അർജന്റീനയുടെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരമാണ്. എതിരാളികൾ ജോർദാനാണ്. ഓൾറെഡി ഗ്രൂപ്പിൽ നിന്ന് 1-ാം സ്ഥാനം ഉറപ്പിച്ചതുകൊണ്ട് തന്നെ അർജന്റീന മിക്ക താരങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടൊരു സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ 11 കൊണ്ടാണ് ഇറങ്ങുന്നത്. പക്ഷേ ലിയോ മെസ്സി കളിക്കും എന്ന കാര്യം കോച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കില്ല. സ്കലോനി പറഞ്ഞത് ബെഞ്ചിൽ നിന്നായിരിക്കും മെസ്സി സ്റ്റാർട്ട് ചെയ്യുക എന്നാണ്. ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് കുറച്ച് മിനിറ്റുകൾ കൊടുക്കും, കളിക്കാനുള്ള അവസരം കൊടുക്കും. എന്നാൽ പ്ലേയിങ് ലെവലിൽ മെസ്സി ഉണ്ടാവില്ല. മെസ്സിയെ കളിപ്പിക്കുക എന്നുള്ള തീരുമാനം, അതായത് കുറച്ച് സമയമെങ്കിലും കളിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിന് പുറകിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ കളി മെസ്സി കളിച്ചില്ലെങ്കിൽ പിന്നെ 11 ദിവസം കളിക്കാതിരിക്കുന്ന സ്ഥിതി ഉണ്ടാകും. കാരണം അടുത്ത മത്സരം വരുന്നത് കുറച്ചധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 39-കാരനായിട്ടുള്ള മെസ്സിക്ക് ആ ഗെയിം റിതം മറ്റു കാര്യങ്ങളൊക്കെ പ്രശ്നമാവാതിരിക്കാനാണ് ഈ മത്സരം കളിപ്പിക്കുന്നത്. എമി മാർട്ടിനസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് പൊസിഷനുകളിലൊക്കെ നല്ല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അർജന്റീന ഇറങ്ങുന്നത്. എന്നാലും അർജന്റീനയുടെ ഇന്നത്തെ പ്ലേയിങ് 11 നമ്മൾ നോക്കുകയാണ്. പ്ലേയിങ് 11 ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ് തന്നെയാണ്. അതേസമയം ഡിഫൻസിൽ ഗോൺസാലോ മൊണ്ടിയിലും നിക്കോളാസ് ഓട്ടാമെൻറ്റിയും മാർക്കോസ് സെനേസിയും നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയുമാണ് കളിക്കുന്നത്. ദെൻ മധുനിര ശ്രദ്ധിക്കണം. ഹൂലിയാനോ സിമിയോണിയും ലിയാൻഡ്രോ പെരേഡസും ഇസിക്കിയൽ പലാസിയോസും ജിയോവാനി ലോ ചെൽസോയും ഇറങ്ങുന്നു. മുന്നേറ്റത്തിൽ ഹുലിൻ ആൽവരസ് കൺഫേംഡ് ആണ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം കൺഫേംഡ് ആണ്. ഒപ്പമാര് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഗാസ്നഡൂൽ റിപ്പോർട്ട് ചെയ്തത്. നിക്കോ പാസോ, ലൗട്രോ മാർട്ടിനസോ രണ്ടിലൊരാളായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും എല്ലാ താരങ്ങൾക്കും മറ്റു താരങ്ങൾക്കൊക്കെ അവസരം കൊടുക്കാനുള്ള ഒരു ഗെയിമായിട്ടാണ് സ്കലോനി ഈ ഒരു കളിയെ കാണുന്നത്. ഓൾറെഡി അർജന്റീന 1-ാം സ്ഥാനം ഉറപ്പാക്കിയത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം ഈ മത്സരത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഏതായാലും അർജന്റീനയുടെ വിജയത്തിനായിട്ട് ആരാധകർ കാത്തിരിക്കുന്നു. 2 കളിയിൽ നിന്ന് 6 പോയിൻറ്റോടെ അർജന്റീന ഗ്രൂപ്പിൽ 1-ാമതാണ്. അതേസമയം 2 കളിയിൽ നിന്ന് 1 കളിയും ജയിക്കാതെ ജോർദാൻ 0 പോയിൻറ്റുമായിട്ട് ഈ ഗ്രൂപ്പിൽ അവസാനമാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.